ലാലേട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്ധാകാണ്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പം കഥാപാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടില്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഫറെൻറ്റ് റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാര്യം രണ്ട് ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ അകത്ത് കോൺട്രാക്ട് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകളിലകത്ത് കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും. സോ ഐ ഹാഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കൃഷ്ണ. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തോന്നി. അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം. താങ്ക് യു. ലാലേട്ട, ഒരുപാട് നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ തവണ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു പുറകിലാണ് ലാലേട്ട. മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകളോട് വരെ ലാലേട്ടൻ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകളോട് ലാലേട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്താണ്? ഇപ്പം റീസെൻ്റ് സംഗീതമായിട്ടായാലും പണ്ട് മുതൽ ജയതിച്ചേട്ടൻ, തിലകൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ ഉൾപ്പെടെ കിഡിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും? അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ when I was doing films with the big actors like Prem Nasi sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, that kind of love and affection they showed it to me. That was a lesson to me, and I have to carry that legacy and I am just giving to them. അതാണ് എൻ്റെ കറക്റ്റ്. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവരെ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണെന്ന് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ദേ ഹാവ് ഗിവൺ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ടു മീ. സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ എന്താ പറയേണ്ടത്, എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചാൽ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് ഇത്. ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ അത് തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ ഡിസ്റ്റടിക്കുന്ന രോമാഞ്ചുള്ള ഒരുപാട് മൊമെന്റുകളുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഇത് ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ അതിന് നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഇതിലൊരുപാട് ആക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. അത് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്. ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയാണ്. ഐ തിങ്ക് am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this.